എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ പാകിസ്ഥാൻ മൾബറിയുടെ അടുത്താണ്. അപ്പൊ പാകിസ്ഥാൻ മൾബറിയുടെ ഒരു ചെറിയ തൈ 4 വർഷം മുമ്പാണ് നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടത്. ഇത് വലിയ മരമായി നിറച്ച് കായ്കളാണ് ട്ടാ. മരം നിറയെ കായ്ച്ചു കിടക്കണേണ്. അപ്പൊ പാകിസ്ഥാൻ മൾബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾബറി തന്നെ നല്ല മധുരമുള്ള വെറൈറ്റി ആണ്. പിന്നെ എപ്പോഴും കായ്ക്കണതാണ് ട്ടാ. ഫുള്ള് സീസൺ ഒന്നുമില്ല, എപ്പോഴും കായായിരിക്കുള്ളൂ ഈ മൾബറി മലി. ഇതേപോലെ നിറച്ച് കായ്ക്കും കണ്ട. ഇത് നമ്മ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കും തോറും ഇങ്ങനെ നമ്മ ഇവിടെ വെച്ചൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ഇഷ്ടം പോലെ ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മ വലിയ മരമായിട്ട് പോയേക്കണേണ്ട. വലിയ മരമായിട്ട് പോയെങ്കിൽ കൂടിയും മരം നിറച്ച് കായ്ച്ചു കിടക്കണേന്. അപ്പൊ പാകിസ്ഥാൻ മൾബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴുത്താലും മഞ്ഞ കളർ തന്നെ ആയിരിക്കുള്ളൂ കേട്ടാ. അതേ കളർ തന്നെ ആയിരിക്കുള്ളൂ. എങ്ങനെയാണ് മൾബറി ഇരിക്കണത്? ഇതൊക്കെ ഇപ്പൊ പഴുത്തടക്കണ കായകളാണ്, പക്ഷെ കളർ ഇത് തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് പഴുക്കണത് അറിയാൻ പറ്റൂല. പിന്നെ ഭയങ്കര മധുരമാണ്, അത്യാവശ്യം നീളമുള്ള ടൈപ്പാണ്. ഇങ്ങനെ കൊല കുത്തി കായ്ക്കണതുമാണ് കണ്ട. നമുക്ക് കമ്പ് മുറിച്ച് നട്ടിട്ടും മൾബറി നടാട്ടെ. ഞാൻ ഒരുപാട് പേർക്കാണ് കമ്പ് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേരാണ് എന്റെ ഇതിന്റെ കമ്പ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വീട്ടിൽ നടാൻ പറ്റിയ ഒരു മൾബറിയുടെ വെറൈറ്റിയാണ് ഈ പാകിസ്ഥാൻ മൾബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മ ഇവിടെ വച്ചൊക്കെ വെട്ടി നിർത്തിയതായിരുന്നു, പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട്. പിന്നെ ഇത് പൊക്കം വെച്ച് പോയെങ്കിലും മരം നിറച്ച് നമുക്ക് പൊക്കത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കിളികൾക്കൊക്കെ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് താഴെയുള്ള കൊമ്പുമ്മലൊക്കെ കണ്ടില്ലേ നിറയെ. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് താഴെയുള്ള കൊമ്പുമ്മൽ തന്നെ ഇഷ്ടം പോലെ പറിക്കാൻ കിട്ടും. നമ്മ മൾബറി ഒക്കെ നടണവര് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും മരം പ്രൂൺ ചെയ്ത് നിർത്തണം. പ്രൂൺ ചെയ്ത് നിർത്തിയാല നമുക്ക് പൊട്ടിക്കാനൊക്കെ കിട്ടുള്ളൂ. പിന്നെ മരം നിറച്ച് കായ്ക്കുള്ളൂ കണ്ട. നമ്മുടെ ഇവിടെ താഴത്തെ ഒരു കൊമ്പുമ്മല് കണ്ട, താഴത്തെ കമ്പലൊക്കെയാണ് കായ്ച്ച് കിടക്കണത്. മൾബറി നട്ടുകഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളാണ്. നമുക്ക് മൾബറിയുടെ ഇല തോരൻ വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ മൾബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് ഡ്രമ്മിലോ സ്ഥലം ഇല്ലാത്തവർക്ക് ഡ്രമ്മിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. ഇന്ന് പലതരം മൾബറികൾ ഉണ്ടല്ലോ. എല്ലാവരും ഇന്ന് മൾബറി നടണതാണ്. കാരണം നമുക്കിത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ മൾബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം നമുക്കിതിന് പരിചരണം എന്ന് പറഞ്ഞാൽ വലിയ പരിചരണവും വേണ്ട. നമുക്ക് പരിചരണം വേണ്ടാത്ത ഒരു ചെടിയാണ് മൾബറി. നമ്മ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലുപൊടിയൊക്കെ ഇടുമല്ലോ നമ്മ നടുന്ന സമയത്ത്. പിന്നെ നമുക്ക് വല്ല സ്ലറി പോലത്തെ വളങ്ങളോ ചാണകപ്പൊടിയോ ചാരോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. നമ്മ ഇവിടെ അധികം ചാരമൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വളം നമ്മ ഈ മൾബറിക്ക് ചെയ്യാറില്ല. എങ്കിൽ കൂടി മൾബറി മേലെ എപ്പോഴും കായായിരിക്കുള്ളൂ. അപ്പൊ കണ്ടിത് ഇപ്പൊ താഴേന്നുള്ളൊരു കൊമ്പാണ് കാണുന്നത്. ഈ കൊമ്പുമലൊക്കെ കണ്ട താഴെ മുട്ടിയ കിടക്കണത് നിറച്ച് കണ്ട. ഇതേപോലെയാണ് മൾബറി കായ്ക്കണത് കണ്ട. ഇതേപോലെ നിറച്ച് കായ്ച്ചേക്കണേണ്. എല്ലാ കമ്പുമലും കണ്ട നിറച്ച് കായ്ച്ചേക്കണേണ് കണ്ട. അപ്പൊ മൾബറിയൊക്കെ നടണവര് ഈ പാകിസ്ഥാൻ മൾബറി നട്ടുകഴിഞ്ഞാൽ നല്ലതാണ്. ഇതേപോലെ നമുക്ക് എപ്പോഴും കൊല കുത്തി ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കണ ഒരു മൾബറി തന്നെയാണിത്. അപ്പൊ നമുക്ക് പാകിസ്ഥാൻ മൾബറി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ കണ്ട ഇതൊക്കെ പഴുത്തടക്കണ മൾബറികളാണ് കണ്ട. ഇതേപോലെയാണ് നമ്മ പഴുത്ത കഴിഞ്ഞാൽ ഇങ്ങനെ അറിയുള്ളൂ ഈ മൾബറി പഴുത്താന്ന് അറിയണമെങ്കിൽ കണ്ട ഇതേപോലത്തെ കളർ വരും. അപ്പോഴാണ് നമുക്ക് അറിയണത് കണ്ട. ഇതേപോലെയാണ് ഉള്ളൊക്കെ ഇരിക്കണത്. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരമുള്ള മൾബറിയാണ്. ഇത്ര മഴ പെയ്തിട്ടും നല്ല മധുരം തന്നെയാണ് കണ്ട. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക്. ഇത് നമ്മ വർഷം മുഴുവനും എല്ലാ ദിവസവും നമുക്ക് പറിച്ച് കഴിക്കണ രൂപത്തിലാണ് ഇതുപോലെ മൾബറി കായ്ക്കണത്. ഇതേപോലെ കണ്ട നമ്മ നട്ട് കഴിഞ്ഞാല് നമുക്ക് സ്ഥലമുള്ളവർക്ക് ഇത് മണ്ണിലൊക്കെ നട്ട് കഴിഞ്ഞാല് ഇതേപോലെ മരം ഇതൊന്നും വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള മൾബറി എപ്പോഴും കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ മേടിക്കാൻ കിട്ടും നഴ്സറിന്ന്. പക്ഷെ ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടാലും നമുക്ക് മൾബറി പിടിച്ചു കിട്ടോട്ടാ. നമ്മ ഒരുപാട് പേർക്ക് കമ്പ് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്കൊക്കെ നമ്മ കമ്പൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മളും കമ്പ് മുറിച്ച് നട്ടിട്ട് പിടിച്ചിട്ടുള്ളതാണ്. അപ്പൊ കണ്ട ഇതേപോലെ കണ്ട മൾബറി കായം കണ്ട. ഈ തടിമലൊക്കെ ഇതേപോലെ ചെറിയ കമ്പ് നമ്മ ഇങ്ങനെ കമ്പ് മുറിച്ചെടുക്കുമ്പോ അതിൽ നിന്ന് വന്ന ചെനപ്പുമലൊക്കെ ഉണ്ടാവണതാണ് കണ്ടേ. ഇതേപോലെയാണ് ഇത് കായ്ക്കണത്. അപ്പൊ എല്ലാവരും ഈ മൾബറിയുടെ ഒരു കമ്പൊക്കെ വെച്ചുപിടിപ്പിക്കണം നല്ലതാണ്. നമുക്ക്
ഇല തോരനും വെക്കാം, മൾബറി ഫ്രൂട്ട് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. മൾബറി ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഫ്രൂട്ടാണ്. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം. ചെടിച്ചട്ടിയിൽ നട്ടാൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള മൾബറി കിട്ടും. പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് ഈ മൾബറി. അപ്പൊ എല്ലാവരും ഒരു മൾബറിയുടെ തൈയൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.